നമസ്തേ. നമുക്കെല്ലാവർക്കും ഭക്തിയുണ്ടല്ലേ? ആ ഭക്തിക്ക് ഒരു ശക്തിയുമുണ്ട്. അത് ദൈവീകമാണ്. അത് നമ്മുടെ തലമുറയ്ക്കുണ്ടാകണം. അതിന് നാമജപവും സത്സംഗവും വേണം. ഭഗവാൻ എന്ന് വെച്ചാൽ തൊഴുതാൽ കിട്ടുന്നതല്ല എന്നാണ് ആചാര്യന്മാർ പറയുന്നത്. നാമം ജപിച്ച് മനസ്സ് നാമത്തിൽ ഉറയ്ക്കുമ്പോൾ കിട്ടുന്നതാണ് ഭഗവാൻ. അല്ലാത്തൊരാൾക്കും ഭഗവാനെ കിട്ടില്ലത്രേ. അപ്പോൾ നാമം ജപിക്കുക. ഗീതയിൽ ഭഗവാൻ പറയുന്നുണ്ട്, ആരാണോ എന്നെ ഭജിക്കുന്നത് അവർക്ക് എന്നെ പിടികിട്ടും, ഞാൻ അവരുടെ കൂടെ എപ്പോഴും ഉണ്ടാകും. സീതാദേവിയുടെയും പാഞ്ചാലിയുടെയും നാമത്തിൻ്റെ ശക്തി കൊണ്ട് ദുഷ്ടന്മാർക്ക് അവരെ കീഴടക്കാൻ പോലും സാധിച്ചില്ല. നാമജപത്തിൻ്റെ ശക്തി നാം അനുഭവിച്ചു തന്നെ അറിയണം. നമുക്കൊക്കെ സാധന അനുഷ്ഠാനമുണ്ടെങ്കിൽ ബാക്കിയൊക്കെ നമ്മൾ പോലും അറിയാതെ ഓരോന്ന് അനുഭവപ്പെടും. അപ്രതീക്ഷിതമായ സഹായങ്ങളും അനുഭവങ്ങളും ഒക്കെ ജീവിതത്തിൽ നടക്കും. നിങ്ങൾക്കൊക്കെ ഓരോരോ അനുഭവങ്ങൾ ഉണ്ടായിട്ടില്ലേ? നമ്മൾ വിചാരിക്കുന്നവരായിരിക്കില്ല നമ്മളെ സഹായിക്കുന്നത്. നമ്മൾ പോലും അറിയാത്ത ആരെങ്കിലും നമ്മൾ വിചാരിക്കാത്ത സമയത്ത് നമ്മളെ തേടിയെത്തും. എൻ്റെ ഭക്തനെ ഞാൻ ഒരിക്കലും തളരാൻ അനുവദിക്കില്ല എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. അതാണ് നാമജപത്തിൻ്റെ ശക്തി. അത് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ മറക്കരുത്. ഗജേന്ദ്രൻ ദുരന്തത്തിൻ്റെ പിടിയിൽ നിന്നും മുക്തനായതുപോലെ മനസ്സ് ഭഗവാനിൽ അർപ്പിച്ച ഏത് ദുരന്തത്തിൽ നിന്നും പുറത്തു കടക്കാനൊരു വഴി ഭഗവാൻ നമുക്ക് കാണിച്ചു തരും. ഇനി പ്രശ്നങ്ങൾ മാത്രം കാണുന്നവര് അവരുടെ അഹന്തയിൽ മുറുകെ പിടിച്ച് അവരുടെ ജീവിതത്തിൽ ആ മനസ്സ് വിട്ടുകൊടുക്കാത്തവരാണ്. അവർ ദുരന്തങ്ങളിലേക്കാണ് മനസ്സിനെ വിട്ടുകൊടുക്കുന്നത്. എന്നാൽ അനുഷ്ഠാനങ്ങളിൽ വിട്ടുകൊടുത്താൽ ഉറപ്പാണ് ദുരന്തമല്ല അവിടെ കാണുന്നത്. ദുരന്തത്തിൽ നിന്നും പുറത്തു കടക്കാനൊരു വഴി തെളിയും. അതാണ് അനുഷ്ഠാനത്തിന്റെ ശക്തി. നാമജപം മുടങ്ങാതെ ചെയ്യുക. പെട്ടെന്നൊന്നും ഫലം കിട്ടില്ല. കള്ളക്കണ്ണൻ കണ്ടില്ലെന്നു നടിച്ചേക്കാം കണ്ണനെന്നെ. എൻ്റെ ഈ നാമങ്ങളൊന്നും കേട്ടില്ലെന്നു നടിച്ചേക്കാം. കള്ളനല്ലേ, മായക്കണ്ണനല്ലേ, എന്നിരുന്നാലും കാണാതിരിക്കില്ല കണ്ണനുണ്ണി. അതാണ് നമ്മുടെ ഗുരുവായൂരപ്പൻ. അപ്പോൾ എല്ലാവരും നമുക്ക് കിട്ടുന്ന സമയമെല്ലാം നാമം ജപിച്ചുകൊണ്ടിരിക്കും.